വെച്ചാല് വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, തായ്ലൻഡ് അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻഷിപ്പെട്ട് കഴിഞ്ഞാല് നമ്മള് ബ്ലഡ് കൊടുക്കും. എ പോസിറ്റീവ് ആണ് എന്റെ ബ്ലഡ്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ സപ്പോർട്ടാണ്, നാട്ടിൽ നിന്ന് സപ്പോർട്ടാണ്, സുഹൃത്തുക്കൾ സപ്പോർട്ടാണ്. തിരുവോണം പത്മനാഭന്റെ നാടല്ലേ. ശ്രീലങ്ക മൊത്തം സൈക്കിളിൽ കറങ്ങി വന്നാണ്. ഇന്നലത്തെ എന്റെ യാത്രയില അഭിലാഷ് പുത്തഞ്ചേരി പറഞ്ഞ ചേട്ടനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഒരുപാട് അഭിമാനം തോന്നി ചേട്ടനെ പരിചയപ്പെട്ടതിലും. പിന്നെ അഭിലാഷ് ഏട്ടന്റെ തിരക്കിന്റെ ഇടയിൽ എനിക്ക് അഭിലാഷ് ഏട്ടൻ നമ്പർ മേടിക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ അഭിലാഷ് ഏട്ടൻ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയാണ് അഭിലാഷ് ഏട്ടൻ യാത്ര ചെയ്യുന്നത്. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളെപ്പോലുള്ളവരാണ്. അന്നേരം മാക്സിമം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് ചിലപ്പോൾ കായംകുളത്ത് എത്തിക്കാണത്തുള്ളൂ. ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്തതാണ്. അന്നേരം വീഡിയോ അഭിലാഷ് ഏട്ടനെ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ എടുത്തോട്ടെ. ഞാൻ ചേട്ടനെ കണ്ടോണ്ട് വണ്ടി നിർത്തിയതാ. അതെ. ചേട്ടൻ പേരെന്ത് വരുന്നത്? അഭിലാഷോ? ഇതെന്താ പുറവശത്ത് എന്താ കേൾക്കുന്നത്? ജീവിതത്തിലേക്ക് ഒരു നടത്തം. ഞാൻ ഹൈവേ കണ്ടോട്ട് ചേട്ടൻ ഇവിടെ വണ്ടി നിർത്തിയപ്പോഴും ചേട്ടൻ അപ്പുറത്ത് ഇറങ്ങില്ലേ? മൈക്കത് കൈ പിടിച്ചു. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണം. എവിടാ ഫ്രണ്ടിന്റെ വീട്? ഫ്രണ്ട് ഇവിടെ ജൈവ കലവറ നടത്തുന്ന വിജിത്തും വാണിയുണ്ട്. അവരെ ഏകദേശം 500 മീറ്റർ ഉള്ളു. വീടിനടുത്തൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അവിടുത്തെ ഹിസ്റ്ററി ടീച്ചറാ. ഏത് വിഷയം? ഹിസ്റ്ററി. ചേട്ടന്റെ പേരെന്തോ ഒന്നോട് പറഞ്ഞു. പേര് അഭിലാഷ് പുത്തഞ്ചേരി. ഇതെന്താ പുറകിൽ എന്തോ ചെയ്യുന്നത്? പുറവശം കാണിച്ചു. പുറകുവശം ജീവിതത്തിലേക്ക് ഒരു നടത്തം. ശാലം കൂടെ മുന്നോട്ട് ഇവിടെയും ഇതുള്ളതുകൊണ്ട് കാണാൻ പറ്റും. എന്താ ജീവിതത്തിലേക്ക് ഒരു നടത്തം. ഇത് എവിടുന്നാ തുടങ്ങിയത്? അത് എന്റെ നാട്ടിൽ തന്നെ. കോഴിക്കോടോ? കോഴിക്കോട് തുടങ്ങിയ എന്നിറങ്ങിയ 10-ാം തീയതി ഇറങ്ങി. ഇന്ന് എത്ര? ഇന്ന് 22 22 ദിവസമായി. അല്ല 12 ദിവസം. 11 ദിവസം. 12 അല്ലേ? 12 ദിവസം. ഇത് എവിടെ വരെ? തിരുവനന്തപുരം വരെ. ഇത് തിരുവനന്തപുരം വരെ. അതെ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കുള്ളൂ. ഈ രാത്രിയിലൊക്കെ എന്ത് ചെയ്യും? രാത്രിയില് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ നിൽക്കും. സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അല്ലേ? കോണ്ടാക്ട് ഉണ്ട് ആളുകൾ. പിന്നെ ആരും ഇല്ലെങ്കിൽ ടെന്റ് ഉണ്ട്. അല്ലേ നമ്മളെ വീട്. അപ്പൊ ഇതില് രാത്രി പെട്രോൾ പമ്പിലോ അല്ലെ അമ്പലത്തിലോ. ഇതിന്റെ ലക്ഷ്യം എന്ത്? ചേട്ടന്റെ ലക്ഷ്യം എന്തോ? ഇത് ജീവിതശൈലി രോഗത്തിനെതിരെയുള്ളൊരു ക്യാമ്പയിനാണ്. അപ്പോ അത് ജനങ്ങളിലേക്ക് എത്തിക്കാന്നാണ് ഉദ്ദേശം. നല്ല കാര്യം. പിന്നെ ഞാനൊരു സൈക്ലിസ്റ്റും കൂടിയാണ്. കഴിഞ്ഞ മാസം ശ്രീലങ്ക മൊത്തം സൈക്കിളിൽ കറങ്ങി വന്നാണ്. അത് ശരി. കേരളം മൊത്തം ലഹരിക്കെതിരെയുള്ള ഒരു സൈക്കിൾ യാത്ര നടത്തിയിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ഡൊണേഷന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നിന്ന് ധനുഷ്കോടി വരെ സൈക്ലിംഗ് നടത്തിയിട്ടുണ്ട്. അത് ശരി. അങ്ങനെ കുറെ സൈക്കിളിൽ കുറെ. എത്ര കാലമായി ഇങ്ങനെ യാത്രകൾ തുടങ്ങിയിട്ട്? ഞാൻ യാത്രകൾ തുടങ്ങിയിട്ട് ഒരു 2 വർഷമായിട്ടുള്ളൂ. അത് ശരി. അപ്പൊ എവിടൊക്കെ പോയി? മൊത്തം ശ്രീലങ്ക കംപ്ലീറ്റ് ചെയ്തു. കേരളം 14 ജില്ല കംപ്ലീറ്റ്. പിന്നെ കോഴിക്കോട് ടു ധനുഷ്കോടി. അത് ശരി. അതൊക്കെ സൈക്കിളല്ലായിരുന്നു? അതൊക്കെ സൈക്കിളാണ്. ഇത് മാത്രമല്ല നടന്നത്? ഇത് മാത്രം നടന്നു പോവാണ്. പിന്നെ അടുത്ത വെച്ചാല് വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, തായ്ലൻഡ് അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സൈക്കിളാണ്. അന്നേരം ഇതിന്റെ ഈ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെ? ചെലവ് നമ്മൾ സ്വന്തം എടുക്കും. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ കണ്ടറിഞ്ഞ. ഇതിന് സപ്പോർട്ട് ആരൊക്കെ ഉണ്ട്? ഇതിനോ? ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളാണ്. ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ നിന്ന് സപ്പോർട്ടാണ്, നാട്ടിൽ നിന്ന് സപ്പോർട്ടാണ്, സുഹൃത്തുക്കൾ സപ്പോർട്ടാണ്. ഇതിപ്പോ തിരുവനന്തപുരത്ത് എന്ന് ചെല്ലും? തിരുവനന്തപുരത്ത് ഇനിയിപ്പോ ഒരു 4-5. ഒന്നാമത് വെച്ചാല് നമ്മള് കൃത്യമായിട്ട് ഡേറ്റ് നടക്കുന്നതിനെ കൊണ്ട് കൃത്യമായിട്ട് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നടക്കാൻ പറ്റില്ല. ശാരീരിക പ്രശ്നങ്ങൾ, പിന്നെ കാലാവസ്ഥ, പിന്നെ കാലൊക്കെ ചെറുങ്ങനെ പഞ്ചറായിട്ടുണ്ട്. അപ്പോ ഇതിപ്പോ ഇത് മഴ തട്ടിയിട്ടേ മുറിഞ്ഞ ഒന്നുകൂടി ഇതായിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എന്താ ഇതില് എന്താ വരാന്ന് പറയാൻ പറ്റൂല. അതൊക്കെ നോക്കി നമ്മളെ ശരീരം കൂടി നോക്കണം. കാലാവസ്ഥ നോക്കണം. വെയിൽ കൂടുതലാണെങ്കിലും പറ്റത്തില്ല. വെയിൽ കൂടുതലാണെങ്കിലും പറ്റത്തില്ല, മഴ കൂടുതലാണെങ്കിലും പറ്റത്തില്ല. അപ്പൊ അതിനിടയ്ക്കുള്ള ഒരു സമയത്ത് ഇങ്ങനെ നടക്കും. ഈ യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണോ? ഉണ്ട്. അത് പല സ്ഥലത്ത് സ്വീകരണമുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ ഒരു സ്വീകരണ പരിപാടി ഉണ്ടാവും. ഞങ്ങളെ വന്നോളി, അവിടുന്ന് വീഡിയോ എടുക്കാം. എവിടാ? അത് അവിടുന്ന് ഇല്ല, അവിടെ എത്താനേ. ടാണപ്പടി എന്ന് പറഞ്ഞ സ്ഥലല്ലേ, അതിവിടെ അതിലൊരു ഗൂഗിളിൽ കാണിക്കുന്ന ഒരു 800 മീറ്റർ. ഒരു ജൈവ കർഷകനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഒരു കട നടത്തുന്നുണ്ട്, ജൈവക്കട. അപ്പൊ അങ്ങോട്ടാ പോകുന്നത്. ഇന്ന് ഇപ്പൊ അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അവരൊരു ഹരിപ്പാട് നാസർക്കുണ്ട് സൈക്കിളിന്റെ പുള്ളീനൊന്ന് കാണും. പിന്നെ കായംകുളത്തൊരു മാഷുണ്ട്,
പിന്നെ രമേശ് മാഷ്, ഉം. പിന്നെ മഹാരാജാസ് കോളേജിലെ പ്രൊഫസറാണ്. അപ്പൊ ഇന്ന് പുള്ളീന്റെ വീട്ടിലാണ് തങ്ങുന്നത്. അത് ശരി. പുള്ളി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ എന്തോ വീഡിയോ എന്തോ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താണ്. വീഡിയോ അങ്ങനെ നിങ്ങൾ പെടുത്തില്ലേ, അതേപോലെ അതുപോലെ അങ്ങനെ ഇവിടെ എടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ആളുകൾ അറിഞ്ഞു വിളിക്കുന്നുണ്ട്. ആ. അപ്പം നമ്മൾ പരിചയപ്പെടില്ല. പേരെന്താണ്? എന്റെ ഒരു പ്രമോദ്. വീട് എവിടെയാ? വീട് എന്റെ കായംകുളം. കായംകുളം അല്ലേ? കായംകുളത്ത് നിന്ന് പടിഞ്ഞോട്ട് ഏകദേശം ഒരു 11 കിലോമീറ്റർ ഉണ്ടാവും. ആയിക്കോട്ടെ. ഞാൻ മുതുകുളം പാവൊക്കെ മുതുകുളം കേട്ടിട്ടുണ്ട്. മുതുകുളം പത്മനാഭന്റെ നാടല്ലേ? അതെ അതെ അതെ. മുതുകുളം അറിയാൻ പറ്റാത്ത ആളില്ല. ഒരുപാട് കലാകാരന്മാരുള്ള മുതുകുളം. പത്മനാഭനാണ് മുതുകുളം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലേക്ക്. അതെ അതെ. അത് ഒരുപാട് ഫേമസ് ആളുള്ള സ്ഥലം ഹരിപ്പാട്, മുതുകുളം. എന്താ ജോലി എന്താണ്? ഞാൻ യഥാർത്ഥത്തിൽ ഫ്ലവർ മില്ല് നടത്തുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യും. നാട്ടിൽ തന്നെ, വീട്ടിൽ തന്നെ. പിന്നെ മുളകുപൊടിയുടെ ഒക്കെ സെയിലുണ്ട്. ഉണ്ടല്ലേ? അപ്പോ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഒരുപാട് സന്തോഷം. യാത്ര ചെയ്തിട്ട് കണ്ടുപിട്ടിയല്ലേ അല്ലേ? ഓ ശരി. ഇതൊക്കെ ഒരു നിമിത്തമല്ലേ? അപ്പൊ നിങ്ങളാണോ ഞാൻ വരുമ്പോ കാർ ഇങ്ങനെ ഹോൺ അടിച്ചത്? ഞാൻ വിചാരിച്ച് ഞാൻ ഒതുക്കാൻ വേണ്ടി അന്നേരം എന്റെ പുറകിൽ ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നെ നടന്നു പോയിട്ട് എന്തോ മിസ്റ്റേക്ക് അല്ലല്ലേ, അതാ ഞാൻ അങ്ങനെ ആയി കൈകൊണ്ട് ഇങ്ങനെ ആക്കി. ഞാനല്ലേ നേരത്തെ ഹോൺ അടിച്ചത്, എന്റെ പുറകിലെ വണ്ടിയാ ഹോൺ അടിച്ചത്. ഞാൻ ചേട്ടനെ കണ്ട് ബോർഡ് കണ്ട് പുറകില്. അപ്പൊ ഞാൻ നിർത്താന്ന് വിചാരിച്ചപ്പോഴേ കുറെ വണ്ടി ഉണ്ട്, പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. ഹോൺ അടിക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് എന്നാലും ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴേ അവന്മാർ പുറകെ കിടന്നു വണ്ടിക്ക്. നമ്മൾ ഞാൻ ഹൈവേ ഇറങ്ങിയപ്പോഴത്തെ ചേട്ടൻ അപ്പുറത്ത് ഇറങ്ങി. അത് കാരണം ഒരു മതിലിന്റെ അടുത്താണ്. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടാ? പിന്നെ പറഞ്ഞാല് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് മൈക്ക് ഇച്ചിരി പൊക്കി പിടിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഞാൻ എന്റെ ഒരു മുടി ഒരു വർഷം മുടി വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ മുടി നീണ്ട സമയത്ത് അത് ഞാൻ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു രക്തദാന പ്രവർത്തകൻ കൂടിയാണ്. ഏകദേശം ഒരു 20ഓളം തവണ രോഗികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാല് നമ്മള് ബ്ലഡ് കൊടുക്കും. എ പോസിറ്റീവ് ആണ് എന്റെ ബ്ലഡ്. എ പോസിറ്റീവ് അല്ലേ? ഇനി ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ ഇനിയും കൊടുക്കും. അതാണ് നമ്മളങ്ങനെ പല സ്ഥലത്ത് പോയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഒരുപാട് നല്ല കാര്യം. ശരി, സന്തോഷം തോന്നുന്നത്. ടാണാപ്പടി അല്ലേ? സന്തോഷം. ശരി. പോയിക്കോട്ടെ. ശരി. ഓക്കെ, താങ്ക് യു.